ഗോവിന്ദ് പത്മസൂര്യയുടെ വിവാഹം ആരാധികമാരുടെ നീണ്ട കാലത്തെ ആശങ്കയായിരുന്നു. GP ആരെ കെട്ടും എന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അവസാനം വലിയൊരു ട്വിസ്റ്റിന് ശേഷം GP തന്റെ ജീവിത നായികയെ കണ്ടെത്തി. ശിവേട്ടന്റെ അഞ്ജലി. അതെ, ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപിക അനിലിന്റെയും വിവാഹം കഴിഞ്ഞ ദിവസമാണ് നടന്നത്. സീരിയൽ താരങ്ങളുമായി വലിയ ആഘോഷമായായിരുന്നു വിവാഹ ചടങ്ങുകൾ. പക്ഷേ ഇപ്പോൾ വിഷയം അതല്ല. കല്യാണം എപ്പോഴാണെന്ന് ചോദിച്ച് 4 പാട് നിന്നും ചോദ്യങ്ങളും പല നായികമാർക്കുമൊപ്പം ചേർത്ത് ഗോസിപ്പുകളും വന്നപ്പോൾ GP പറഞ്ഞ ഒരു കാര്യമാണ്, എനിക്കൊപ്പം ഏത് പെൺകുട്ടിയുടെ പേര് വന്നോ ആ കുട്ടിയുടെ കല്യാണം വളരെ പെട്ടെന്ന് നടക്കും എന്ന്. പലരുടെയും കാര്യത്തിൽ അത് സത്യമായിരുന്നു. അവരൊക്കെയുമായും GP ഇപ്പോഴും നല്ല സൗഹൃദം സൂക്ഷിക്കുന്നു എന്നതാണ് മറ്റൊരു കൗതുകം. ആരൊക്കെയാണ് ആ ലിസ്റ്റിൽ പേര് ചേർക്കപ്പെട്ട താരങ്ങൾ എന്നൊന്ന് പരിശോധിക്കാം. ഡാഡി കൂൾ അടക്കമുള്ള സിനിമകൾ അഭിനയിച്ചിരുന്നുവെങ്കിലും ഗോവിന്ദ് പത്മസൂര്യ ആളുകൾക്ക് പരിചിതനായത് D4 ഡാൻസ് എന്ന ടെലിവിഷൻ ഷോയിൽ ആങ്കറായി വന്ന ശേഷമാണ്. ഷോയിൽ മത്സരിക്കാനെത്തിയ ദിൽഷയുമായി ചേർത്ത് അന്ന് ഒരുപാട് ഗോസിപ്പുകൾ വന്നിരുന്നു. അന്ന് പേളിയും മറ്റ് വിധികർത്താക്കളും GPയെ ട്രോളിക്കൊണ്ടാണ് ആ ഗോസിപ്പ് പ്രചരിപ്പിച്ചതെങ്കിലും ദിൽഷ ബിഗ് ബോസിൽ പോയ സമയത്ത് വീണ്ടും ആ ഗോസിപ്പിന് ശക്തി കൂടിയിരുന്നു. D4 ഡാൻസിന്റെ സമയത്ത് തന്നെയാണ് പ്രിയാമണിക്കൊപ്പവും പേര് ചേർത്ത് GP ഗോസിപ്പ് കോളങ്ങളിൽ വന്നത്. അത് പക്ഷേ ആ ഷോയുടെ പ്രൊമോഷന്റെ ഭാഗം കൂടിയായിരുന്നു. ഷോയ്ക്കിടയിൽ GPയും പ്രിയാമണിയും നിന്നെടുത്ത ഫോട്ടോസും വൈറലായി. അതിനൊപ്പം പ്രിയാമണി താൻ പ്രണയത്തിലാണെന്ന് പറഞ്ഞതും പ്രചരിക്കുന്ന വാർത്തയുടെ ശക്തി കൂടാൻ കാരണമായിരുന്നു. പക്ഷേ അത് തന്റെ ഭർത്താവ് മുസ്തഫയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് പിന്നീട് പ്രിയ തന്നെ വ്യക്തമാക്കി. പേളിമാണിയും GPയും തമ്മിലുള്ള സൗഹൃദം D4 ഡാൻസിന്റെ സമയത്ത് ആരംഭിച്ചതാണ്. ഇരുവരും ഒന്നിച്ച് തേങ്ങാക്കൊല പോലുള്ള ആൽബങ്ങളൊക്കെ ഇറക്കി. അതിലെ ജോഡിപ്പൊരുത്തവും ഇരുവരും ഒന്നിക്കുമ്പോഴുള്ള കെമിസ്ട്രിയും വൈബും ഒക്കെ കണ്ട് ഒന്നിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന പ്രതീക്ഷയിലാണ് ആ ഗോസിപ്പുകൾ ചിലർ പടച്ചുവിട്ടത്. എന്നാൽ പേളി ശ്രീനിയെ കെട്ടി സെറ്റിൽഡായി. ഇപ്പോഴും ഇവരുടെ സൗഹൃദം വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. GPക്കൊപ്പം ഏറ്റവും ശക്തമായി പേര് ചേർക്കപ്പെട്ട മറ്റൊരു നടിയാണ് മിയ ജോർജ്. ചെറിയ രീതിയിൽ ഒന്നും ആയിരുന്നില്ല ആ ഗോസിപ്പ്. ദേ ഇപ്പൊ കെട്ടും എന്ന നിലയിലേക്ക് വരെ പോയി കാര്യങ്ങൾ. എന്നാൽ ചിരിച്ചു തള്ളിയതല്ലാതെ GPയും മിയയും അതിനോട് പ്രതികരിക്കാനൊന്നും പോയില്ല. ആ ഗോസിപ്പ് മുതലെടുത്ത് 2015 ഒരു സിനിമയടക്കം വന്നിരുന്നു. 32-ാം അധ്യായം 23-ാം വാക്യം എന്ന സിനിമ വലിയ വിജയം നേടിയില്ലെങ്കിലും അതോടെ GP മിയ കോംബോ ഒന്നുകൂടെ ശക്തമായി. ഗോസിപ്പുകൾ കത്തി നിൽക്കുന്ന സമയത്തായിരുന്നു മിയയുടെയും അശ്വിന്റെയും വിവാഹം നടന്നത്. ഗോപിക അനിലുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന വാർത്ത പുറത്തു വന്നതുവരെ പാപ്പരാസികളുടെ ഇര GPയും ദിവ്യ പിള്ളയുമായിരുന്നു. ഇരുവരും രഹസ്യമായി വിവാഹം ചെയ്തു എന്ന തരത്തിൽ പോലും വാർത്തകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്ന് എത്ര തന്നെ GPയും ദിവ്യയും പറഞ്ഞിട്ടും ആരും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഇപ്പോഴും ഇരുവരും നല്ല സുഹൃത്തുക്കളാണ്.